ബാലുശ്ശേരി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. പന്തളത്തിൽ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. കോഴിക്കോട് മനോരമയിൽ ഞാൻ ഉണ്ടായിട്ടും ബാലുശ്ശേരിയിൽ ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ പോകാത്തൊരു പോകണം, നമുക്ക് പോകാമല്ലോ, സമയമുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങിയ സച്ചിൻ മാഷ് പറഞ്ഞ പോലെ വിവാദത്തിൻ്റെ ഒരു നായകനല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരും കേൾക്കാൻ കാരണമായിട്ടുള്ള, അതുകൊണ്ട് അത് പലർക്കും അറിയാൻ വയ്യ, ആ പേരറിയാൻ വയ്യ. ആര്യ രാജേന്ദ്രനെ എല്ലാവർക്കും അറിയാം. സച്ചിൻ ദേവിനെ ഒരു പാവം മനുഷ്യനായിട്ടാണ് നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറും പഞ്ചപാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഈ കേസിൽ പ്രതിയായതോടുകൂടി ഇദ്ദേഹം ഒരു വില്ലനായിട്ട് മാറിയോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് CPM-ന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായ മേയറുടെ ഭർത്താവാണ് എന്ന് നമുക്ക് വിശേഷിപ്പിച്ച വലിയ തെറ്റുണ്ടാവും. വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഈ സോഷ്യലിസ്റ്റുകൾ തന്നെയാണ് തുടർച്ചയായിട്ട്, സോഷ്യലിസ്റ്റുകളോ അല്ലെങ്കിൽ തത്തുല്യമായി ഈ മുഖ്യധാര കോൺഗ്രസിനെതിരായി നിന്ന ശക്തികളാണ് എല്ലാ കാലത്തും ജയിച്ചു വന്നതെന്ന് തോന്നുന്നു അല്ലേ. ഈ PSP-കാരാണ് ആദ്യകാലത്ത് 2 തെരഞ്ഞെടുപ്പിൽ നാരായണക്കുറുപ്പ് അല്ലേ, പിന്നെ SSP 2 തവണ, പിന്നെ തുടർച്ചയായിട്ട് AC ഷൺമുഖദാസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ കോൺഗ്രസിലും, അത് കഴിഞ്ഞ് കോൺഗ്രസ് എസും അല്ലെ, ദീർഘകാലം 6-7 തവണ പിന്നെ ഷൺമുഖദാസിന്റെ കാലമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ പിന്നെ ഈ കോൺഗ്രസ് എസ് പിന്നീട് NCP ലയിച്ചു. അപ്പൊ ഷൺമുഖദാസ് തന്നെ NCP ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവിടെ CPM പിടിക്കുന്നത്. പുരുഷൻ കടലുണ്ടിയിലൂടെ 2 തവണ. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പ്രാസംഗികനാണ്, നാടകകൃത്താണ് കാര്യമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.